പുരസ്കാരം. പ്രശസ്ത നോവലിസ്റ്റ് പി അയ്യനേത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി പത്തനംതിട്ട എഴുത്തുകൂട്ടം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ പ്രഥമ പി അയ്യനേത്ത് പുരസ്കാരം കഥാകൃത്തും നോവലിസ്റ്റുമായ ജേക്കബ് എബ്രഹാമിന്. സ്വതന്ത്രമായി എഴുതാനും വായിക്കാനും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നതെന്നും അക്ഷരങ്ങൾക്ക് ജാതിയോ മതമോ ഭ്രഷ്ട് കൽപ്പിച്ചിട്ടില്ലായിരുന്നു മുൻപെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ പറഞ്ഞു. പത്തനംതിട്ട എഴുത്തുകൂട്ടം സാംസ്കാരിക വേദി പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച പി അയ്യനേത്ത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി എഴുതാനും ചിന്തിക്കാനും കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുമ്പ് അതില്ലായിരുന്നു. മുമ്പ് എഴുത്തുകാരനൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് ജാതിയോ മതമോ സൃഷ്ടി കൽപ്പിച്ചില്ലായിരുന്നു. ഇന്ന് അക്ഷരങ്ങൾക്ക് ജാതിയുടെയും മതത്തിന്റെയും മതം ഉണ്ടാകും. അക്ഷരങ്ങൾക്ക് തന്നെ സൂക്ഷിച്ചുപയോഗിക്കുന്ന നിലയിലേക്ക് വന്നിരുന്നു. ഈ കാലഘട്ടത്തിലാണ് എഴുത്തുകാർ, സാഹിത്യകാരന്മാർ, കവികൾ എല്ലാവരും ജീവിക്കുന്നത്. പി അയ്യനേത്ത് കൂടുതൽ വായനയ്ക്ക് വിഷയീഭവിക്കണമെന്നും ഒരു പക്ഷം പിടിക്കാതെ ശരിപക്ഷത്ത് നിന്ന് സാഹിത്യ ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് അദ്ദേഹമെന്നും പി അയ്യനേത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി നടനും ചലച്ചിത്ര പ്രവർത്തകനുമായ കുമ്പളത്തു പത്മകുമാർ പറഞ്ഞു. സാമുദായിക കൊള്ളരുതായ്മകളോട് സമരസപ്പെടാത്ത വ്യക്തിത്വമാണ് പി അയ്യനത്തിന്റേതെന്നും അനുഭവ ചരിത്രത്തിന്റെ വൈകാരിക മുഹൂർത്തങ്ങളുടെ അടയാളപ്പെടുത്തലുകളാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളെന്നും ചെറുകഥാകൃത്ത് ഡോക്ടർ ബി രവികുമാർ അധ്യക്ഷത വഹിച്ചു പറഞ്ഞു. നോവലിസ്റ്റ് വിനോദ് ഇളവള്ളൂർ, എഴുത്തുകൂട്ടം സാംസ്കാരിക വേദി സെക്രട്ടറി ഡോക്ടർ നിബുലാൽ വെട്ടൂർ, മുൻ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബാബുജി കോശി, എഴുത്തുകൂട്ടം പ്രസിഡന്റ് പ്രീത് ചന്ദനപ്പള്ളി, അഡ്വക്കേറ്റ് തോമസ് ജോസ് അയ്യനേത്ത്, കവി എം.എസ്. മധു, കവയിത്രി ജയ അജിത്, പി അയ്യനേത്ത് അനുസ്മരണ സമിതി കൺവീനർ മനോജ് ചന്ദനപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പ്രഥമ എഴുത്തുകൂട്ടം പി അയ്യനേത്ത് പുരസ്കാരം ജേക്കബ് എബ്രഹാമിന് ഡെപ്യൂട്ടി സ്പീക്കർ സമ്മാനിച്ചു. മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ച ജേക്കബ് എബ്രഹാമിന്റെ കുമരി ആണ് ഇക്കൊല്ലത്തെ അവാർഡിന് അർഹമായത്. വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം ഒരാൾ വീട്ടിൽ അംഗീകരിക്കപ്പെടുക അല്ലെങ്കിൽ നാട്ടിൽ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് പലപ്പോഴും നടക്കാത്ത കാര്യമാണ്. ഇപ്പൊ നമ്മള് പി അയ്യനേത്ത് എന്ന് പറയുന്ന കഥാകൃത്തിനെ അല്ലെങ്കിൽ നോവലിസ്റ്റിനെ ഓർത്തെടുക്കുമ്പോൾ തന്നെ പലരും പറയുന്നുണ്ടായി, അദ്ദേഹം ഒരിക്കലും വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. കാരണം അത് സത്യം തന്നെയാണ്. ലോകത്ത് ഒരിടത്തും ഒരു എഴുത്തുകാരനും നാട്ടിൽ അങ്ങനെ അംഗീകാരം കിട്ടാറില്ല. അത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് എന്നെ ഈ പ്രഥമ പി അയ്യനേത്ത് സ്മാരക പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. അത് എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട നിബുലാലിന്റെയും പ്രീതി സാറിന്റെയും അതോടൊപ്പം തന്നെയുള്ള പത്തനംതിട്ട എഴുത്തുകൂട്ടം സാംസ്കാരിക പ്രവർത്തകർക്ക് സ്നേഹം കൊണ്ടാവാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പി അയ്യനേത്തിന്റെ പുസ്തകങ്ങളുടെ പ്രദർശനവും ഇതോടനുബന്ധിച്ച് പ്രസ് ക്ലബ്ബിൽ നടന്നു. MCTV ന്യൂസ്, പത്തനംതിട്ട.